ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഇപ്പൊ ടൈമായി. ഹലോ ഹലോ ഗൈസ്, ഞാൻ ഇപ്പോ ജ്യൂസ് കുടിക്കാന് ഇപ്പൊ ടൈം എത്രയായി? 4 മണിയല്ല 9 മണിയാകാൻ പോകുന്നത്. അപ്പൊ രാത്രി ഒരു ജ്യൂസ് കുടിക്കാനൊരു ആയിഷ ജ്യൂസ് അല്ലല്ലോ ചേരണ്ടി ചേരണ്ടി കുടിക്കാൻ വേണ്ടിട്ട് നമ്മള് പോകുന്നേട്ടാ. അപ്പൊ ബാക്കി അടുത്തേക്ക് പറയല്ലേ. ഉമ്മാമ അവിടെ കുത്തിക്കോ, എന്ത് കുത്തണ്ട്. അപ്പൊ നമ്മളെപ്പഴാ വരുന്നേ? വിട്ടോ വണ്ടി വിട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ, കുറേ നാളായി പുറത്തേടെ ഇങ്ങനെ രാത്രിയൊന്നും കഴിക്കാനൊന്നും പോവാത്ത. അപ്പോൾ ചേരൻ്റെ ഐസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. റൂവ പറഞ്ഞ് നമുക്ക് അങ്ങനെ പോകാമെന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ള ഒരു സ്മൈജിയിലാണ് പോയത്. അപ്പോൾ ആടെ എത്തുന്ന സമയത്ത് ആടെ ചേരൻ്റെ ഐസ് ഇല്ല, പിന്നെ എന്തെങ്കിൽ ഫ്രൂട്ട്സ് കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് ഫലൂതി ഒന്നുമില്ല പറഞ്ഞിട്ട് അവർ തന്നെ വേറൊരു കടയുണ്ട് പ്ലാത്രക്ക്. അങ്ങനെ നമ്മൾ ആടത്തേക്ക് പോയട്ടാ. അങ്ങനെ അടുത്തേക്ക് പോകുന്നതെന്ന്. പിന്നെ ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ട് അനാൻഷാൻ്റെ വീഡിയോ എനിക്ക് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു എന്ന്. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോന് ഒരേ മെസ്സേജ് ആയിരുന്നു, ഉമ്മ അത് ആ വീഡിയോ നമുക്ക് വേണ്ട ഉമ്മ, അങ്ങനത്തെ വീഡിയോ വേണ്ട, അങ്ങനെ ഇതിൻ്റെ വ്യൂസ് നമുക്ക് വേണ്ട. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് വേദന ആകുന്നില്ലേ, ആ വീഡിയോയിൽ അവർ ഉമ്മാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലേ, അനാൻഷ പാവാന്ന് അങ്ങനെയെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ അനുഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ പോയിട്ടില്ല, നമുക്ക് നേരിടേണ്ടി വന്ന അനുഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞേരം പറഞ്ഞു എന്നാലും അത് വേണ്ട ഉമ്മാന്ന്. എന്താണെന്ന് പറഞ്ഞാൽ അനാൻഷാൻ്റെ ഭയങ്കര ഫാനാന്ന് ഓന്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഓന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എതിര് നിൽക്കാൻ കഴിയില്ല. നമ്മളെ ഫാമിലി പ്രശ്നം ഇവിടെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടും എൻ്റെ മോനാന്ന് എൻ്റെ കൂടെ ഒന്നിച്ചിട്ടുള്ളത്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒപ്പം ഞാനുണ്ട്, ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ വിടൂല പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ മോന് പറയുമ്പോൾ എനിക്ക് എതിര് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രൈവറ്റ് ആക്കിയതിന് ഡിലീറ്റ് ആക്കിയിട്ടില്ല, പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് സ്മൈലിൽ എത്തിയിട്ടുണ്ട്. അത്ര ഇവരെ പിലാത്ര എന്നൊരു ഷോപ്പ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതാണ് കേട്ടോ. ആദ്യം കണ്ടത് ആണ്ടാംകോവിൽ കുഞ്ഞാങ്കലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ അധികം കഴിക്കലുണ്ട്. പിള്ളേർ എല്ലാവരും ഉണ്ടാകുമ്പോൾ പോകില്ല, ഒറ്റക്കായിട്ട് അങ്ങനെ പോക്കില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പൊട്ടിച്ചേർന്നാ ഇപ്പം എന്തിനാ ഞമ്മ വരുത്തുണ്ട്. അതൊന്നും വേണ്ട അല്ലേ. ഹലോ, നിങ്ങൾ രണ്ടാളും അപ്പുറം പോകുന്നത്. അപ്പം നീ നമ്മളെപ്പരാ, നീ ഒറ്റക്കാടിരിക്കല് പൊട്ടിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല, നോക്കൂല, നോക്കിയാ എന്താന്ന് എന്നൊക്കെ പറഞ്ഞൂടെ. സായിക്ക താടി വെച്ചിട്ട് എങ്ങനെയുണ്ട്, ഇങ്ങനെയല്ലേ പറയാൻ പറ്റുവാണ്. സായിക്ക താടി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പം എന്തെല്ലോ പറയും. നെയ്ജയുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്ക് ക്യാമറ നല്ല ഉഷാറ്. വേണ്ട, വീണ് പോവും. നിൽക്കോ. ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ടൊക്കെയാ ഇങ്ങോട്ടൊക്കെയാ. ഭയങ്കര ക്യാമയിലല്ല ഇത് ഓറിയ മുക്കി തിന്നല. കച്ചറനാ എല്ലായിടത്തും തൊട്ടിട്ടല്ലേ, എല്ലായിടത്തും തൊട്ടിട്ടല്ലേ കച്ചറായ. മാമ കഴിക്കൊന്നുമില്ല, നീ അവിടെല്ലാം തൊട്ട് മതിൽ തൊട്ട്
ആ ജ്യൂസിൻ്റെ പിക്ചർ ചൊട്ടെ എനിക്ക് കൈ കഴുകണ്ടിപ്പോൾ. വാഷ് ചെയ്താ പോവാ. ലൊട്ട വേണോ? വാങ്ങുന്നുണ്ട്, ലൊട്ട വാങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബലൂൺ ഇങ്ങനെ ഒരു ബൊമ്മ ഉണ്ടാവില്ലേ, വരുന്നാളെ ഇങ്ങനെ സ്വീകരിക്കാൻ കയ്യോടെ ഇങ്ങനെ ആട്ടുന്നതിരിക്കുന്നത്. അപ്പം അത് കണ്ടിട്ടാന്നുള്ളത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നത്. പിന്നോളെ പാപ്പാൻ്റെ ബുള്ളറ്റിലാന്ന് അവള് കയറിയിരുന്നത്. അപ്പോൾ ബുള്ളറ്റ് കാണുമ്പോൾ ബുള്ളറ്റ് മാനുവിനെ ഇങ്ങോട്ടാന്നിട്ട് വിളിക്കുന്നല്ലേ. ഉമ്മാൻ്റെ ഫ്രണ്ടാ? ഉമ്മാൻ്റെ ഫ്രണ്ടാ? ആ പറ്റിച്ചേ. ഉപ്പ വന്നേ, എന്നാ അമ്മ പോന്നേ. അപ്പോൾ ജ്യൂസെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക. എന്നിട്ട് അവർ മാടായിപ്പാറയിലേക്കും പോയി, നമ്മൾ വീട്ടിലേക്കും പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.